ദോശ, എല്ലും കപ്പ, കൂട്ടി എല്ലാ ദിവസവും ഞായറാഴ്ച സമയം 3 മണി മുതൽ 1 മണി വരെ. ഹലോ വണ്ണപ്പുറം ഗായ്സ്, നമ്മുടെ വണ്ണപ്പുറത്ത് പുതിയൊരു തട്ടുകടകൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അമ്പലപ്പടി പോകുന്ന രീതിയിൽ കാണുന്ന തട്ടുകട കേട്ടോ. അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിവ്യൂസ് ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്നൊക്കെ കഴിക്കാനുള്ളത് കഴിക്കാൻ ദോശ, എല്ലും കപ്പ, കൂട്ടി വേറെ കറികളൊക്കെ കറി കൂട്ടിക്കറി മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. എല്ലാ ദിവസവും തുറക്കുന്നുണ്ടോ? എല്ലാ ദിവസവും ഞായറാഴ്ച ആണ് എല്ലാ സമയം 3 മണി മുതൽ 1 മണി വരെ. 1 മണി വരെ, രാത്രി 1 മണി വരെ. എല്ലാ ദിവസവും തുറക്കും. എല്ലാ ദിവസവും പ്രതീക്ഷ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കൊടുക്കാം ഫുഡ് അല്ലേ? തന്നെ ഉള്ളൂ. അതിൻ്റെതായ തിരക്കുള്ളപ്പോൾ ഉള്ള താമസങ്ങളുണ്ടാവും. അല്ല, എന്നാലും നമ്മൾ എല്ലാ ദിവസവും ഫുഡ് കൊടുക്കും. ഫുഡ് കൊടുക്കും. സ്ഥിരം വെയിറ്റ് ചെയ്യാനൊക്കെ അല്ല, നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിൽ കഴിക്കാൻ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നേ. പിന്നെ ചായയും കാപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഷോപ്പ് വന്നിട്ട് നമ്മുടെ ദിനേശൻ്റെ വർക്ക്ഷോപ്പിൻ്റെ നേരെ മുമ്പിലാണ് ഇപ്പോൾ തുടങ്ങിയത്. ചേട്ടൻ നേരത്തെ നമ്മുടെ അമ്പലക്കുളത്തിൻ്റെ സൈഡിൽ കട നടത്തിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടപ്പുറത്തേക്ക് മാറി തുടങ്ങി. ഇപ്പോൾ പുള്ളി കുറച്ച് നാളായിട്ട് മഴയുടെ ഒരു പ്രശ്നം കൊണ്ട് പുള്ളി മാറി. അപ്പോൾ ഇങ്ങോട്ടേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അമ്പലപ്പടിയിൽ നിന്ന് വരുന്നതാണെങ്കിൽ ബാർ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. തട്ടുകടയാണ്. അപ്പോൾ ആള് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അല്ലുവിൻ്റെ പഴയ മന്തിക്കടയാണത്. ഒരുപാട് സാധനങ്ങൾ ഇവിടെ കഴിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്താ മേടിച്ചെന്നറിയോ? ഓംപ്ലേറ്റ് ആയിരുന്നു. ആ ഓംപ്ലേറ്റിന് ഒരു കഥ പറയാനുണ്ട്. വണ്ണപ്പുറത്ത് നമ്മൾ നേരത്തെ നമ്മൾ അടിപൊളിയായിട്ടൊരു ഫുഡ് കൊടുക്കുന്ന ഒരു പടയപ്പച്ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ നമ്മൾ വിട്ട് പിരിഞ്ഞു പോയി. ആ പടയപ്പച്ചേട്ടൻ്റെ ആ ഒരു ഓംപ്ലേറ്റിൻ്റെയും ബുൾസൈഡൊക്കെ ഒരു ടേസ്റ്റ് അതേപടി ഇവിടെ കിട്ടും. പിന്നെ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഫുഡുകൾ പുള്ളി പറഞ്ഞ് ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വഴിക്കൊന്ന് പോയി ആളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ. നമ്മുടെ ചാനലും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ.